ഇത് ചെറുതുണ്ട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 2 ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇപ്പോൾ അതിൻ്റെ മോൻ്റെ പണി കണ്ട ഫ്രൂട്ടി ടൂട്ടിയും പിന്നെ അതിൻ്റെ മുകളിൽ ചോക്കോസൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫില്ല് ചെയ്ത് പോയപ്പോഴേക്കും. അപ്പോൾ രാവിലെ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലീൻ്റെ കൂടെ. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വീടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യാറ്. മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ്ങൊക്കെ ഇൻക്ലൂഡ് ആയാലും വീഡിയോ വലുതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുക്കാഞ്ഞത്. അപ്പോൾ ഉച്ചക്ക് ഞാൻ കുറച്ചിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ആക്ച്വലി ഇത് വൈകുന്നേരത്തിലുള്ള ബട്ടർ ചിക്കൻ്റെതായിട്ടാണ്. ഞാൻ ഉച്ചക്ക് തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഫസ്റ്റ്. അപ്പോൾ ഉച്ചക്ക് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് നല്ലോണം ഒന്ന് മസാല നമുക്കിങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉച്ചക്ക് തന്നെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇറച്ചി പൊരിക്കാനൊക്കെ എടുക്കുന്ന മസാല തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് ഉപ്പിട്ടിട്ട് നല്ലൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീരെ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തീരെയും വെള്ളം ഇല്ലാണ്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്ക് കുട്ടികൾക്ക് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഞാൻ ടൊമാറ്റോ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. വല്ല മുട്ട പൊരിച്ചിട്ടോ അങ്ങനെ കൊടുത്താൽ അങ്ങനെ തിന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ടൊമാറ്റോ റൈസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇത് അതിൻ്റെ മുമ്പത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് വൈകുന്നേരം ഇങ്ങനെ ലുലു മോൾ പോയതാണ്. ജസ്റ്റ് അവിടെ ഓഫർ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ കുറച്ച് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചാൽ എൻ്റെ കുറച്ച് ഡയറ്റിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ദിവസമായിട്ട് പൈസയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കിട്ടുന്നതിലൊക്കെ ഇങ്ങനെ ബാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. ശരിക്കും പറഞ്ഞാൽ പോയപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സാധനങ്ങളൊന്നും അത്ര പറഞ്ഞാൽ ഫിക്സഡ് റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. പറഞ്ഞാൽ മാട്രസ് അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങൾക്ക് മാത്രമേ ഓഫർ ഉണ്ടായിട്ടുള്ളൂ. ഓഗസ്റ്റ് 15th ഓഫർ ഉണ്ടായതാണ് കേട്ടോ ആക്ച്വലി അത്. പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി ഞാൻ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിൽക്കി മിസ്റ്റിൻ്റെ എന്താ പറയുക, എനിക്കിങ്ങനത്തെ കട്ട തൈരൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എൻ്റെ സാലഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ബട്ടറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്യാപ്സിക്കം വേണമായിരുന്നു കേട്ടോ, റെഡ്. അതൊക്കെ ഞാൻ പറഞ്ഞ സാലഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് മില്ലറ്റ്സിൻ്റെതാണ് കേട്ടോ. മില്ലറ്റ്സ്, ഓട്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ത്രീകളെ കയ്യിൽ പറഞ്ഞ ഒരു സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ശക്തി തന്നെയാണെന്ന് ഇപ്പോഴാണ് കേട്ടോ അത് മനസ്സിലാവും. ഇങ്ങനത്തെ സമയത്തൊക്കെ പ്രത്യേകിച്ചും നമ്മളിങ്ങനെ എണ്ണി ചുട്ടപ്പം പോലെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കയ്യിലുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങുമ്പോഴാണ് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആരുടെയും ഒരു കാത്ത് നിൽക്കണ്ടല്ലോ, ആരും ചെയ്യാണ്ടല്ലോ, ആരും കാത്ത് നിൽക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരിക. അപ്പോൾ ഞങ്ങളിങ്ങനെ ബില്ലൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നത് കടയിൽ നിന്ന്. അങ്ങനെ വന്ന് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല, വീഡിയോ ലെങ്ത് കൂടുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. ബൈ.